അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമാദരണീയനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരികളെ, ഫാഷിസത്തിനെതിരെയുള്ള നീക്കങ്ങൾ വളരെ കരുതലോടുകൂടിയായിരിക്കണം എന്നതാണ് ഈ സമ്മേളനത്തിൽ എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം. അതുതന്നെയാണ് എനിക്കും അടിവരയിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഫാസിസത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ പുറത്തു കാണുന്നത്. ഇനിയും നമ്മൾ കാണാത്ത ഒരുപാട് ഭാഗങ്ങൾ അതിൻ്റെ അടിത്തട്ടിലുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സമുദ്രത്തിൽ ഉയർന്നു നിൽക്കുന്ന, അല്പം മാത്രം കാണാറുള്ള മഞ്ഞുമല നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ മഞ്ഞുമലയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തേക്ക് തള്ളി നിൽക്കുക. എന്നാൽ അതിൻ്റെ എത്രയോ ഇരട്ടി വലിപ്പവും വ്യാപ്തിയും അതിൻ്റെ അന്തർഭാഗങ്ങളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ മഞ്ഞുമലയിൽ ഇടിക്കാതെ അതിലൂടെ യാത്ര ചെയ്യുന്ന കപ്പൽ കരയിലേക്ക് ആ യാത്രികരെയും കൊണ്ട് എത്തിപ്പെടണമെങ്കിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി, കരുതലോടുകൂടി അതിനെ നയിച്ചാൽ മാത്രമേ, അങ്ങനെയുള്ള ഒരു കപ്പിത്താന് മാത്രമേ അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. അനുഭവ പരിചയവും ദീർഘവീക്ഷണവും അറിവും വിവേകവുമുള്ള ആ കപ്പിത്താൻ ദൂരെ നിന്ന് ആ മഞ്ഞുമലയുടെ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ അയാൾ തിരിച്ചറിയുന്നുണ്ട് അതിന്റെ എല്ലാ അപകടങ്ങളും. അതനുസരിച്ചുകൊണ്ട് കപ്പലിന്റെ ദിശ അല്പമൊന്ന് തെറ്റിച്ചാൽ ഒരുപക്ഷെ യാത്രക്കാർ, അനുഭവ പരിചയമില്ലാത്ത യാത്രക്കാർ, അറിവും വിവേകവും ചരിത്രബോധവുമില്ലാത്ത യാത്രക്കാർ, ഇയാൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് പോകേണ്ടുന്ന ദിശയിൽ നിന്ന് മാറിക്കൊണ്ടാണല്ലോ സഞ്ചരിക്കുന്നത് എന്ന് വേവലാതി പറയും. റൂട്ട് തെറ്റി എന്ന് പറയും, വഴി മാറിപ്പോയി എന്ന് പറയും. പക്ഷേ വിവേകമുള്ള, ബുദ്ധിയുള്ള ആ കപ്പിത്താൻ അതിനൊന്നും ചെവി കൊടുക്കുകയില്ല. അയാൾക്കറിയാം, നേരെ പോയി കഴിഞ്ഞാൽ ആ ചെറിയ ഭാഗം മാത്രമല്ല, ആ മഞ്ഞുമലയിൽ ഇടിച്ച് ഈ കപ്പൽ തകർന്നു പോകുമെന്നറിയുന്നത് കൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി ഒരുപക്ഷെ അതിന്റെ ദിശ തന്നെ അല്പമൊന്ന് മാറ്റിയൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. ഞാനിത് സൂചിപ്പിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു മേജർ ഓപ്പറേഷന് വേണ്ടി ഒരു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയാൽ ആ രോഗിയെ ടേബിളിൽ വെച്ച് ഓപ്പറേഷൻ നിർവഹിക്കുമ്പോൾ എത്ര ജാഗ്രത പുലർത്തുമോ, ആ ജാഗ്രത ഇന്ന് ഇന്ത്യയാകുന്ന നമ്മുടെ ഈ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അസഹിഷ്ണുതക്കെതിരിൽ, വർഗീയതക്കെതിരിൽ, ഈ ഭീകരതക്കെതിരെയുള്ള പടയോട്ടത്തിൽ ആ ഒരു നിതാന്ത ജാഗ്രത സമുദായ നേതൃത്വവും രാഷ്ട്രീയ സംഘടനകളും കാണിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്കും ആവർത്തിച്ചു പറയാനുള്ളത്. കാരണം നമുക്കറിയാം, സ്വസ്ഥതയെ തച്ചുകൊല്ലുക എന്നതാണ് ഫാഷിസത്തിന്റെ ഒന്നാമത്തെ പ്രവർത്തനം. സമാധാനമുള്ള ഒരു നാട്ടിൽ ഒരിക്കലും ഫാഷിസത്തിന് വിജയിക്കുവാൻ കഴിയുകയില്ല. സ്വസ്ഥത നശിക്കണമെങ്കിൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ പ്രകോപിതരാകണം, ഇവിടെയുള്ള ന്യൂനപക്ഷം പ്രകോപിതരാകണം. ആ പ്രകോപിതരാകുന്നതിന് വേണ്ടി അവർ നിത്യേന അജണ്ടകൾ ഓരോന്നോരോന്നായി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിൽ നമുക്ക് വേണ്ടതില്ല. ആ അജണ്ടകളിൽ ഒരിക്കലും തന്നെ നമ്മൾ കൊത്താതിരിക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ആ അജണ്ടകളുടെ പിന്നാലെ പോയാൽ അവരുടെ ലക്ഷ്യം നേടും. അവർക്ക് അധികാരത്തിൽ നിലനിൽക്കുവാനും ഭരണഘടന മാറ്റുക എന്ന, മതേതരത്വ രാജ്യത്തെ തല്ലിത്തകർക്കുക എന്ന, BR അംബേദ്കർ രൂപം കൊടുത്ത ഈ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യുക എന്ന ആ ഒരു ലക്ഷ്യം നടപ്പാക്കണമെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള ഭരണം അവർക്ക് ആവശ്യമാണ്. അതിനുള്ള തടസ്സം ഇവിടെയുള്ള ന്യൂനപക്ഷമല്ല, ഇവിടെയുള്ള ന്യൂനപക്ഷമല്ല അതിന്റെ തടസ്സം. അതിനുള്ള തടസ്സം ഇവിടെ സമാധാനവാദികളായ ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ്, ഹൈന്ദവ സുഹൃത്തുക്കൾ തന്നെയാണ്. ആ ഹൈന്ദവ സുഹൃത്തുക്കളെ വർഗീയവൽക്കരിച്ചാലല്ലാതെ അവർക്കൊരു സ്ഥിരതയുള്ള ഭരണം നേടുവാൻ സാധിക്കുകയില്ല. അതിനവരെ പ്രകോപിതരാക്കണമെങ്കിൽ, വർഗീയവൽക്കരിക്കണമെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഇവിടെ കൊലയല്ല നടക്കുന്നത്, ഇവിടെ കൊലപാതകമല്ല നടക്കുന്നത്, തച്ചുകൊല്ലുകയാണ്, തല്ലിക്കൊല്ലുകയാണ്. അത് വീഡിയോയിൽ പകർത്തി
യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ്, അഥവാ പ്രകോപിപ്പിക്കുകയാണ്. എന്തിനാണ് തല്ലിക്കൊല്ലുന്നത്? എന്തിനാണത് വീഡിയോ പ്രചരിപ്പിക്കുന്നത്? മുസ്ലിമീങ്ങളെ പ്രകോപിപ്പിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു കലാപം വിളിച്ചു വരുത്തുക എന്നത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഈ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സമര പോരാട്ടമായിരിക്കണം യഥാർത്ഥത്തിൽ മതേതര ചേരിയിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ള സുപ്രധാനമായ ഒരു കാര്യം. എല്ലാവരും പറഞ്ഞതുപോലെ ഒന്നിച്ചു തന്നെയാണ് നമ്മളിത് നേരിടേണ്ടത്. നേരത്തെ ഇവിടെ കവി സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു രീതി തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്താണ്? ബ്രിട്ടീഷുകാർ ഹിന്ദുവിനെയും മുസ്ലിമിനെയും രണ്ട് കള്ളിയിലാക്കി, രണ്ട് കോർട്ടിലാക്കിക്കൊണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുവാനും ശ്രമിച്ചപ്പോൾ അതിന് നമ്മുടെ ദീർഘദീർഘകളായ നേതാക്കന്മാർ നിന്നുകൊടുത്തില്ല. അവർ ഒന്നിച്ചു നിന്നു. ജാലിയൻവാല ബാഗ് ദുരന്തം കഴിഞ്ഞു. ഇന്നും അവിടെ പോയാൽ നമുക്ക് കാണാം ഒരു ഫലകത്തിൽ അവിടെ പടഞ്ഞു വീണ രാജ്യസ്നേഹികളുടെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട്. ആ പേരിൽ ഹൈന്ദവരുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, സിഖുകാരുണ്ട്, എല്ലാവരുടെയും പേരവിടെ നമുക്ക് കാണാം. അതിനർത്ഥം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിന്നാണ് പോരാടിയത്. ആ ഒന്നിച്ചു നിന്നുള്ള പോരാട്ടമാണ് ഇന്ന് ഈ ഒരു പുതിയ സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് തന്നെയാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം, സത്യവാർത്തകളാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. അർദ്ധസത്യവും അസത്യവും കൂട്ടിക്കുഴച്ച ആ ജാതി വാർത്തകൾ ഒരിക്കലും തന്നെ നമ്മൾ പ്രചരിപ്പിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. വാർത്തകളുടെ സ്രോതസ് അന്വേഷിക്കുകയും സത്യമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നിടത്ത് ഈ സമയത്ത് പ്രത്യേകമായ ശ്രദ്ധ പാലിക്കണം. ഫാസിസം ഇന്നും ഇന്നലെയും കടന്നു വന്നതല്ല, അതിന് പഴക്കമുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള പ്രത്യേകത രണ്ടെണ്ണമാണ്. ഒന്ന്, ആ ഫാസിസത്തിന്റെ വക്താക്കൾക്ക് ഭരണം കിട്ടിയിരിക്കുന്നുവെന്നതാണ്. മറ്റൊന്ന്, സോഷ്യൽ മീഡിയ ഇന്ന് പുതിയ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് ഉത്തരവാദപ്പെട്ട പത്രമാധ്യമങ്ങളുടെ കയ്യിലായിരുന്നു ന്യൂസിന്റെ കൈകാര്യമെങ്കിൽ ഇന്ന് ഓരോരുത്തരും പത്രാധിപരാണ്. തോന്നിയതുപോലെ സോഷ്യൽ മീഡിയകളിൽ പലതും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ അനർത്ഥങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സത്യമായ വാർത്തകൾ കണ്ടെത്തുകയും അത് ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുക, അസത്യങ്ങൾ ഒരിക്കലും തന്നെ നമ്മൾ പ്രചരിപ്പിക്കാതിരിക്കുക എന്നത് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു വിവേകമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഉത്തരവാദപ്പെട്ട പല ആളുകളും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, IS എന്ന് പറയുന്ന ഭീകര സംഘടന ലോകത്ത് ഉദയം ചെയ്ത അതേ നാളുകളിൽ തന്നെ 2015 ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഒന്നിച്ചു ചേർന്ന അറഫ മൈതാനിയിലുള്ള 40 ലക്ഷത്തിൽ പരം വരുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമുക്കറിയാം ഗ്രാൻഡ് മുഫ്തി, സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആലു ഷെയ്ഖ് അവരുകൾ പ്രഖ്യാപിച്ചു, ഇതാ ഈ IS മുസ്ലിങ്ങൾക്ക് എതിരുള്ളതാണ്, ഇസ്ലാമിന് എതിരാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ IS-നെതിരിൽ പോരാടണം, അത് ആധുനിക ഖവാരിജുകളാണ് എന്ന് അറിയപ്പെടുന്ന സലഫി പണ്ഡിതൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചത് നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷേ പലരും അത് അറിഞ്ഞിട്ടില്ല. എന്തേ കാരണം? 40 ലക്ഷം ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച ആ സംസാരം നമ്മുടെ മീഡിയകൾക്ക് ഒരു പ്രധാന വാർത്തയായില്ല. അതുകൊണ്ട് തന്നെ പലരും അത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടു, മുൻ DGP ആയ സെൻകുമാർ എന്ന് പറയുന്ന കാവി പുതച്ചുറങ്ങിയിരുന്ന ആൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞതെന്താ? ആ IS-നെ വീണ്ടും മുസ്ലിമീങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. കേരളത്തിൽ അതുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലുള്ള മുഖ്യധാര മതസംഘടനകളെല്ലാം അതിനെ തള്ളിപ്പറയുകയും അതിനെതിരെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടും ആലു ഷെയ്ഖിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ഇത്രയും വലിയ ആഹ്വാനം നടത്തിയിട്ടും ഉത്തരവാദപ്പെട്ട IAS ഉദ്യോഗസ്ഥന്മാർ വീണ്ടും അത് ആവർത്തിക്കുന്നുവെന്ന് പറയുമ്പോൾ സത്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നതിന്റെ ലക്ഷണമായിട്ടല്ലേ നമ്മളത് കാണേണ്ടത്? അതുപോലെ തന്നെ അവരിടുന്ന ചൂണ്ടയിൽ കൊത്തുന്നവരാകരുത് നമ്മൾ. പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. അദ്ദേഹം തന്നെ ഉയർത്തിവിട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മുസ്ലിമീങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നത്. ആ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന ആരോപണം വരുമ്പോൾ അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് ഇറങ്ങാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ വർദ്ധിച്ചു, എന്താ വർദ്ധിച്ചാൽ കുഴപ്പം? ഇത് തിരിച്ചു ചോദിക്കാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? അതിന്റെ ഉള്ളിൽ ഒരു ഇന്നർ മീനിങ് ഉണ്ട്. മുസ്ലിം സമുദായം ഇവിടെ വർദ്ധിച്ചാൽ കുഴപ്പമാണെന്ന് പറയുന്നതിന്റെ പിന്നിൽ മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, മുസ്ലിമീങ്ങളിലും നല്ലവരുണ്ട് എന്ന് അദ്ദേഹം പറയുന്നതിന്റെ ആ ബാക്കി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു മുസ്ലിം യാതെത്ര വർദ്ധിച്ചാലും
ആ മുസ്ലിമീങ്ങളെ കൊണ്ട് ഒരു കുഴപ്പവും ഇവിടെ ഉണ്ടാവുകയില്ല. അവരുടെ വിശ്വാസവും ആചാരങ്ങളും ആരാധനകളും ഒരിക്കലും ഇവിടെയുള്ള മതസൗഹാർദ്ദത്തിനോ രാജ്യത്തിന്റെ ഐക്യത്തിനോ അഖണ്ഡതക്കോ എതിരല്ല. അതുകൊണ്ട് ആ മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് എന്താ കുഴപ്പം? ശരിയായ ഹിന്ദുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് എന്താ കുഴപ്പം? ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നതിന് എന്താ കുഴപ്പം? ഇല്ല. നല്ലവരാണെങ്കിൽ എണ്ണം വർദ്ധിക്കുന്നതിന് എന്താ കുഴപ്പം? അപ്പൊ ഞങ്ങൾ അത്രയും ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ജാമ്യം എടുക്കുന്നതിന് മുമ്പ് എന്താ എണ്ണം വർദ്ധിച്ചാൽ ഇവിടെ കുഴപ്പം? അവരുടെ വിശ്വാസത്തിലും ആചാരത്തിലും കുഴപ്പമില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് തിരിച്ചു ചോദിക്കുന്ന മർമ്മത്തിലേക്ക് കാര്യങ്ങൾ നാം തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, ഇവിടെ മതേതര ചേരിയെ ഒന്നിച്ചു നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വർഗീയതക്കെതിരിൽ, വർഗീയ ധ്രുവീകരണത്തിനെതിരുള്ള സമരം നയിക്കുമ്പോൾ തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം, ഇവിടെ ആരുടെ സഹായം കിട്ടിയില്ല എങ്കിലും, ആര് സഹായിച്ചിട്ടില്ല എങ്കിലും നമ്മെ സഹായിക്കുവാൻ റബ്ബുൽ ആലമീനുണ്ട്, അള്ളാഹുവുണ്ട് എന്നൊരു പ്രതീക്ഷ നമുക്ക് വേണം. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സഹായിച്ച പടച്ച തമ്പുരാൻ, ചെങ്കടലിൽ മുങ്ങിത്താഴാൻ പോകുന്ന ആ ചെങ്കടലിലൂടെ രക്ഷപ്പെടുത്തിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയ, സംരക്ഷിച്ച പടച്ച തമ്പുരാൻ, മത്സ്യത്തിന്റെ വായിൽ നിന്ന് യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയ പടച്ച തമ്പുരാൻ, ശത്രുക്കൾ വളഞ്ഞു നിൽക്കുന്ന വീട്ടിൽ നിന്ന് അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് പുറത്തു പോകാൻ സഹായിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച ആ അള്ളാഹു നമ്മളെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലയും സൗർ ഗുഹയിൽ ശത്രുക്കളുടെ ആ ഒരു തേരോട്ടത്തിന് മുമ്പിൽ അതിൽ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടെങ്കിൽ അതിനെ രക്ഷപ്പെടുത്തിയ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഇന്നല്ലാഹ മഅനാ, പടച്ചു തമ്പുരാനുണ്ട്. ആ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ നമ്മൾ നമ്മുടെ മതവിശ്വാസത്തിൽ യാതൊരു തകരാറും വരുത്താതെ അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് നമ്മൾ പോകണം. മതേതര ചേരിയിൽ നിൽക്കുമ്പോൾ തന്നെ മതേതരത്വം എന്ന് പറയുന്നത് മതനിരാസമല്ല, മതലയനവുമല്ല, മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷതയോടൊപ്പം മുന്നോട്ട് പോവുക. ഒരിക്കലും നമ്മുടെ മതവും നമ്മുടെ വിശ്വാസവും നമ്മുടെ സംസ്കാരവും ഇവിടെ ലയിച്ചു പോയാൽ, വെള്ളത്തിലിട്ട ഐസ് പോലെ ലയിച്ചു പോയാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുകയില്ല. പടച്ച തമ്പുരാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിന് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക, മറ്റൊന്നിനും പങ്കു ചേർക്കാതിരിക്കുക എന്ന് അള്ളാഹു പറഞ്ഞത് 3 ഉറപ്പുകൾ തന്ന ശേഷമാണ്. നിങ്ങൾക്ക് നിർഭയത്വം നൽകാം, നിങ്ങളുടെ മതത്തിന് നിർഭയത്വം നൽകാം, പക്ഷേ നിങ്ങൾ ഈ ആരാധനയിൽ പങ്കുചേർക്കരുത് എന്നാണ്. ആ ഒരു വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് തവക്കുലോടുകൂടി ഇവിടെയുള്ള മതേതര കക്ഷികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സമരം നമ്മൾ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.